എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ വേണ്ടി പോവാണ് മൊബൈൽ ബസ് സിമുലേറ്റർ. ഒരു കാലത്ത് ഇത് എൻ്റെ ഫേവറേറ്റ് ഗെയിമായിരുന്നു. ഞാൻ അവസാനമായിട്ട് ഈ ഗെയിം കളിച്ചത് 2024 ഇപ്പോൾ 2026. നൊസ്റ്റാൾജിയ. ഇതാണ് നമ്മുടെ ബസ്. ഒരു വെള്ള കളറ്, ബ്ലാക്കും നീലയും പച്ചയും പിന്നെ ഒരു റെഡും, കുറച്ച് കളറ് കൂട്ടി വെച്ചിട്ട് ഒരു മഴവിൽ വണ്ടി നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ, ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. ഇത് മറ്റേ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഉണ്ടാക്കിയ ആൾക്കാരില്ലേ, അവിടെ തന്നെയല്ലേ ഗെയിം ഉണ്ടാക്കിയത്. ഇത് മറ്റേ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഗെയിം റിലീസായത്. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ നമുക്ക് കൺട്രോൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സ്റ്റിയറിങ്ങൾ സെലക്ട് ചെയ്തത്. നമുക്കിനി ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പറ്റിയ ആളുകളെ പിക്ക് ചെയ്യാം. ഞാൻ പണ്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യക്ക് പകരം ഈ ഗെയിം തന്നെയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. ഒരു മിനിറ്റ് ഇവിടെ മുമ്പിൽ ബസ് നിർത്തിയിട്ടുണ്ടല്ലോ. ഏതാണത്? എനിക്കെന്താ മിടിക്കാൻ തോന്നിട്ടോ. വേണ്ട, ഇവിടെ ആൾക്കാരുള്ളതാ. നമുക്ക് ആദ്യം പുറത്തിറങ്ങട്ടെ. നമുക്ക് ഇതിൽ കൂടെ പോകണ്ടേ? ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് പോവാം. നമുക്ക് ഓപ്പോസിറ്റ് ലൈനൊക്കെ എടുക്കണ്ട. ഇവിടെ യൂട്ടേണൊക്കെ എടുക്കാമെന്ന് പറഞ്ഞൊരു പോസ്റ്റൊക്കെ ഉണ്ട്. അയ്യോ, നമുക്ക് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇവിടെ മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വണ്ടി നിർത്താം, ആൾക്കാർ കയറിക്കോട്ടെ. ഓക്കെ, ഇവിടെ ആൾക്കാർ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് സ്പീഡ് വിടാം. ഇവിടെ സ്പീഡ് വിടാനൊന്നും വലിയ കേട്ടാ. ഇവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ആൾക്കാർ വരും. ഇടിയോട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യും, ഈ വൈപ്പർ അങ്ങ് ഓണാക്കാം. എന്നിട്ട് ഈ ലൈറ്റും കൂടെ അങ്ങ് ഓണാക്കാം. ഇപ്പോൾ വൈപ്പർ ഓണാക്കേണ്ടതായിരുന്നു. ഇത് കുഴപ്പമില്ല. ഇതെവിടെ സൈഡിൽ പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടുന്ന് സ്പീഡ് വിടാം. ദയവാണ് നമ്മുടെ വേറൊരു ബസ്. ഇത് വേറെ ബസ്സാണ്, ഒരു വെള്ള കളറിൽ. അത് മിക്കവാറും വണ്ണസായിരിക്കും, കാരണം ഇപ്രാവശ്യത്തെ എല്ലാ വണ്ടികളും വെള്ള കളറിലാണ്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇവിടെ നിർത്താം. ഭയങ്കര സമയമില്ല. ഓക്കെ, ഇവിടെ ആൾക്കാർ വണ്ടി കയറിയിട്ടുണ്ട്. സൈഡിൽ ലോഡൊക്കെ കയറ്റിയിട്ട് ട്രക്കൊക്കെ പോണു. അതിനങ്ങ് ഇടിച്ചിടണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അടിച്ചിടാൻ പറ്റില്ല. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ നിന്ന് സ്പീഡ് വിടാം. ഇവിടെ റൂൾസൊക്കെ പാലിക്കണം കേട്ടോ. ഇത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഗെയിമാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കപ്പോൾ ഇവിടെ സ്റ്റോപ്പ് കിട്ടാം. ചേച്ചി വേഗം. ഓക്കെ, ആ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് സ്പീഡ് വിടാം. ഇവിടെ സൈഡിൽ സ്ലോ ആക്കണമെന്ന ബോർഡൊക്കെ ഉണ്ട്. അല്ല, ഇവിടെ ഒരു ബസ് വീടുമല്ലോ. അത് ശരി. ഓക്കെ, നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമ്മളങ്ങനെ അവരെയും കയറ്റിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് സ്പീഡ് വിടാം. ഇനി എനിക്കൊന്നും ഇവിടെ സ്പീഡ് വിടാൻ പറ്റില്ലെന്ന്. ഇവിടെ കുറേ ആൾക്കാർ കയറ്റണം. ഒരു മിനിറ്റ്, ഈ കാറുകാരോട് എന്നിട്ട് കാണിക്കണ്. ഓക്കെ, ഇവിടെ മഴയൊക്കെ പോയി. ലൈറ്റ് ഓഫ് ആക്കാം. എടാ വേഗം പോടാ, നമുക്കിവിടെ പണിയൊക്കെ ഉണ്ട്. ഇയാളെന്താ പതുക്കെ പോണ്? നമുക്ക് ഇളം കിടിച്ചിടാം. അല്ല പിന്നെ ഇയാൾ തെറിച്ച് പോയി. ഓക്കെ, നമുക്ക് ഇതിൽ കൂടെ ലെഫ്റ്റ് എടുക്കാം. അല്ല, ഇവിടെ ഒരു ട്രക്കൊക്കെ മറിഞ്ഞെടുക്കേണ്ടത്. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നമ്മളങ്ങനെ സിറ്റിയുടെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഞാൻ പുറഞ്ചോറിയായിരുന്നു. ആ കാറുകാരനെ അറിയാണ്ട് ഇടിച്ചു. കുഴപ്പമില്ല, ആൾക്കൊന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിവിടെ വേറെ ഏതോ സിറ്റി ഏരിയയിലേക്ക് പോവുക. അല്ല, ഇത് ഗ്രാമമാണ് അവിടെ കാണുന്നത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്പീഡ് വിടാം. ഓക്കെ, മുമ്പിൽ ട്രക്കാർ പോവുണ്ട്. ഇത് ഒച്ചടിയണ പോലെയാണ് ചേഴാണ്. എന്തെങ്കിലും ആവട്ടെ, അവന്മാരാണ് ഞാൻ എപ്പത്താനാണാവോ. ഓക്കെ, നമുക്കിവിടെ മുമ്പിൽ ബസ് സ്റ്റോപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് ഫുള്ള് സിറ്റി ഏരിയ. മെസ്സേജ് പോറാണ്. നമ്മുടെ ഡാറ്റ ഇപ്പം തന്നെ കഴിഞ്ഞ. ഓക്കെ, പിന്നൊരു കാര്യം കേട്ടോ, ഈ സ്ഥലം ഇന്തോനേഷ്യ തന്നെയാണ്. അവിടെ എനിക്ക് ഇന്തോനേഷ്യയുടെ ഫ്ലാഗൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, അത് മിക്കവാറും പള്ളിയാവും. ഓക്കെ, നമുക്കിവിടെ മുമ്പിൽ കയറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് എന്തിട്ട് വണ്ടി വെറുതെ കയറുന്നു. സൈഡിൽ കണ്ടോ, മലയൊക്കെ ഉണ്ട്. ഓക്കെ, മുമ്പിൽ ഒരു പോലീസ് വണ്ടി പോകുന്നുണ്ട്. വഴിന്ന് പറ NVIDIA. ഓക്കെ, ആളങ്ങനെ ഇടിച്ചിട്ടു. ഇയാൾ നമ്മുടെ റോഡിന് പുറത്താക്കിയല്ലോ, ഇടിക്കണ്ടായിരുന്നു. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് റിവേഴ്സ് എടുത്ത് കയറാം. ഓക്കെ,
പോലീസുകാരനെ നമ്മളോട് വലിയ ദേഷ്യം ഉണ്ടാവും. ഇതെന്ത് ഈ ട്രക്കാരൻ എന്താ പോവാത്ത? മിക്കവാറും പാവ സ്റ്റക്കായി കിടക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അതെന്തോ പരിപാടി വേന എന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടുന്ന് സ്പീഡ് വേണം. അയ്യോ മുമ്പിന്ന് കാർ ഇടുന്നു. ഓ ജസ്റ്റ് മിസ്. ഇപ്പം ആളെ കൊണ്ട് താങ്ങിയാനെ. അതൊരു വാഗനറൊക്കെയാ. ഈ ഗെയിമിൽ തന്നെ മറ്റേ ട്രാഫിക് വെഹിക്കിൾസ് ഇല്ലേ, അത് വരെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലത്തെ വെഹിക്കിൾസ് തന്നെയാണ്. പക്ഷെ കുറച്ച് മാത്രം കേട്ടോ, അധികം വെഹിക്കിൾസ് അതേപോലത്തെ അല്ല. അതെന്തെങ്കിലും ആവട്ടെ, ഈ സ്ഥലം തന്നെ എനിക്ക് നൊസ്റ്റാൾജിയ ഉണ്ട്. ഞാൻ പണ്ട് ഇതിൽ കൂടെ കൂടിച്ച് പോവാറുണ്ട്, പിന്നെ ആ സൈഡിൽ പെടാറുണ്ട്. ഇതൊന്നും മര എയറിലിക്കണ്. പക്ഷെ ഒരു പിള്ളേരെ നിൽക്കണ്ടല്ലോ, അവൻ നമ്മൾ വണ്ടി കണ്ടിട്ട് ഓടിയിടുക. ഹോം ടോയ്ലറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് മിക്കവാറും വണ്ടിയുടെ ഫാൻസാരാവും. സ്കൂൾ പിള്ളേരാ എന്തെങ്കിലും ആവട്ടെ. അയ്യോ മുന്ന് ട്രക്ക് വരുന്നു. ഓക്കെ, ആളെങ്ങനെ ഭയത്തിന് രക്ഷപ്പെട്ടു. മുമ്പിൽ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, അത് ഈ സെയിം ബസ് തന്നെ. ഇത് അവിടെ ഒരു ബസ്സൊക്കെ മറിഞ്ഞെടുക്കണ്ടല്ലോ, മറിഞ്ഞ് കിടന്നിട്ടില്ല, ആളവിടെ പെട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ആളെങ്ങനെയൊക്കെ അവിടെ കയറി. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിടുന്ന് സ്പീഡ് വിടാം. ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 111. ആ സ്പീഡ് എങ്ങാണ്ട് പോകത്തുള്ളൂ. രണ്ട് പേരെ ബാക്കിയുള്ള വണ്ടികളെ പോലെ 200-ലൊന്നും പോവില്ല. ഈ വണ്ടി ഞാൻ കുറേ വട്ടം ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയണത്. അതെന്തെങ്കിലും ആവട്ടെ, മുമ്പിൽ ഒരു കാറുകാരനൊക്കെ ഉണ്ട്. ആളെ നമ്മൾ ഓവർടേക്ക് ചെയ്ത്. ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സുഖം. അതെന്തെങ്കിലും ആവട്ടെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, അതെൻ്റെ അമ്മേ. എന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ നിന്ന് സ്പീഡ് വിടാം. നമ്മളാ കയറ്റൊക്കെ കടന്നു. ഇവിടെ എങ്ങാണ്ടല്ലേ മറ്റേ ട്രെയിനിൻ്റെ ഇവിടെ കയറുന്നു. ഈ ഗെയിമിൽ ട്രെയിൻ സ്റ്റേഷൻ അങ്ങനെയൊന്നും ഇല്ല. പാലത്തിൽ കൂടെ ട്രെയിനോട് അത്രേ ഉള്ളൂ. പിന്നെ പാലത്തിൽ കൂടെ അല്ലേ ട്രെയിനോട്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ സൈഡിൽ ഒരു ബസ്സൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു ഗ്രേ കളർ ബസ്. ലൈറ്റ് കളറാണോ എന്തോ. ഓക്കെ, നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ പിള്ളേർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇവന്മാർക്ക് വരെ പണിയൊന്നും ഇല്ല കേട്ടോ, നമ്മളെ വെച്ച് ഇതാക്കാനാ. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ വണ്ടി നിർത്താം. ഓക്കെ, ആൾക്കാർ വേങ്കർ. ഓക്കെ, ഇവിടെ നമുക്ക് പോവാം. അല്ല ഇതിൽ കൂടെ പോവാം. നമുക്ക് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് ഇതിപ്പോൾ ഏത് വഴി കൂടെ ആണെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് എത്തുള്ളൂ, അതുകൊണ്ട് അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിവിടെ നിന്ന് സ്പീഡിൽ വിടാം. പിന്നെ ഈ ട്രാഫിക് ബസ്സില്ലേ, അതൊരു സ്ഥലത്ത് നിർത്താൻ പോകണമെന്നില്ല. അത് ബസ് സ്റ്റോപ്പ് അങ്ങ് കടത്ത് പോവും, അത്രേ ഉള്ളൂ. നമ്മൾ മാത്രമേ ബസ് സ്റ്റോപ്പിൽ നിർത്തേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നൈസായിന്. ആ കേരള ട്രാഫിക് മോഡ് ഇടാൻ പറ്റിയെങ്കിൽ നൈസായിന്. ഈ സ്ഥലം ഓൾറെഡി ഒരു കേരളം പോലെയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ കേരള ട്രാഫിക് മോഡ് അങ്ങ് തന്നേക്ക്, നമ്മളും കൂടെ കേരളത്തിൽ ഓടിക്കുന്നവർ ഓടിച്ചോട്ടെ, എന്താ കുഴപ്പം? അത് കുഴപ്പമില്ല. പിന്നെ അടുത്ത കളിയില്ലേ മാർഷലിനെ ചീസിനെ കൂട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അവരെ വേണ്ട, വേറെ വല്ല ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ആരാണ് എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവരെ സജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറേ ദിവസമായി ഈ ഗെയിമൊക്കെ കളിച്ചിട്ട്, അതുകൊണ്ടാണ് പറയണത്. അവിടെ കാറുകാരൊക്കെ പറഞ്ഞു, ഈ ട്രക്കുകാരും പറഞ്ഞു. ഈ ഗെയിമിൽ വണ്ടി ഇടിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിൽ ഡാമേജ് അങ്ങനെയൊന്നും അവൈലബിൾ അല്ല. ഭയത്തിൽ നമുക്ക് ആരെങ്കിലും മേറ്റെങ്കിലും ഈ ഗെയിമിൽ കയറ്റാൻ പറ്റുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെയിൻ വരുന്ന അവിടെ എനിക്ക് ഇത് കാണാനുണ്ട്. ആ ഗേറ്റ് അങ്ങനെ അടഞ്ഞു. ഇപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ടണലിനുള്ളിൽ നിന്ന് ട്രെയിൻ വരും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മിനിറ്റ്. ഓക്കെ, ഈ ഗെയിമിൽ നമുക്ക് സൂം ചെയ്യാൻ അടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല, ആകെ നമുക്ക് ഒറ്റ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൽ കൂടെ ആണോ വരുന്നത്? അതിൽ കൂടെ ആയിരുന്നുകൊണ്ട് ഇതിൽ കൂടെ ആയിരിക്കും. അതിൽ കൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് ട്രെയിൻ പറഞ്ഞത്. ഞാൻ സാധനം പഴയ പോലെ ആക്കട്ടെ. ഓക്കെ, സെറ്റ്. ഈ കൺട്രോൾസൊക്കെ ഞാൻ സേബിളിൽ നിന്ന് സാധാ പോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതൊരു വലിയ ട്രെയിനായിരുന്നു കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ കോച്ചിങ് പോലെ ഉണ്ട്. ഇന്നത് എന്തത് റിവേഴ്സിങ്ങാണെന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റായി. അവിടെ സ്റ്റോപ്പ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രെയിൻ വരുന്ന മുമ്പ് നമുക്ക് പോവാം. എന്തിനാവട്ടെ, ഇവിടെ രാത്രി ആവുന്നുണ്ടോ? അയ്യോ, രാത്രി ആയി കഴിഞ്ഞാൽ സീനാ. നമുക്ക് ആൾക്കാരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവർ പുറകിപ്പോവും. ഈ പിള്ളേരവിടെ നിന്ന് വേണമെന്ന് അവൻ്റെ ഹോം താലത്ത് ഹോം അതെന്തെങ്കിലും ആവട്ടെ, അത് ഇൻഡോനേഷ്യ. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ വേറെ ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
അയ്യോ കുറച്ച് അടുത്ത് കൂടെ നിർത്തണമായിരുന്നു. ഇതിപ്പോൾ ഞാൻ എങ്ങനെ കാണാനാ? കുഴപ്പമില്ല, ഞാനിപ്പോൾ അവരെ രണ്ടുപേരും കയറ്റിയിട്ടുണ്ട്. ഇവിടെ സൈഡ് വെച്ചിട്ട് ട്രക്കൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ആ ട്രക്ക് പോകത്തൊന്നുമില്ല, അതവിടെ നിർത്തിയിട്ടേക്ക്. ഇതിൽ ചില വണ്ടികൾ ഡമ്മിയാണ് കേട്ടോ. ഇതിവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ ഫുഡ് ഉണ്ടാക്കണ സ്ഥലമില്ലേ, ആ സ്ഥലം എനിക്ക് കാണാനുണ്ട്. നമുക്കപ്പോൾ കാര്യം ചെയ്യാം, നേരെ സ്പീഡിൽ വിടാം. ഇതേ കണ്ട 2 വണ്ടികൾ, ഒരു റെഡ് കളറിലും ബ്ലൂ കളറിലായിട്ട്. ഓ ഇവിടെ വേറെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇതേ കണ്ടില്ലേ, ആ ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല, പക്ഷെ നമ്മൾ നിർത്തി. പിന്നെ നമ്മൾ ബ്രേക്ക് ഓടിക്കുമ്പോഴേ ആ ബസ് നമ്മുടെ രീതി തന്നെ ആക്കും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ആൾക്കാരെ വണ്ടി കയറട്ടെ. ഓക്കെ, ആൾക്കാരങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. ഇതേ പോണു ഓറഞ്ച് വണ്ടി. നമുക്ക് അതേപോലത്തെ വണ്ടിയൊക്കെ മേടിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ വേണം ഒരു ലിവറി മേടിക്കാൻ. അത് കുഴപ്പമില്ല. അല്ല, ഈ ബസ്സുകാരനെ അവിടെ നിന്നിട്ട് കാണിക്കും, ആ 2 ട്രക്കുകാരെ സഹായിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം. ഇവിടെ രാത്രി ആവാറായി. ഓക്കെ, ഇവിടെ മുമ്പിൽ ഒരു കാറുകാരനൊക്കെ ഉണ്ട് കേട്ടോ. ആളൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഇപ്പം എന്താ വിഷയം? ഓക്കെ, ഇവിടെ പതിയെ രാത്രി ആവുന്നുണ്ട്. ഇതിപ്പോൾ ഗെയിമിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ പെട്ടെന്ന് രാത്രി ആവല്. റിയൽ ലൈഫിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് രാത്രി ആവുന്നത്. ഒരു മിനിറ്റ്, ഈ കാറുകാരൻ പതുക്കെ പോകുന്നത്. ഇതിനൊരു മാറ്റമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്ദൂരിൽ വന്ന വണ്ടി കുഴപ്പമില്ലായിരുന്നു. അത് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറായി. നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, ട്രക്കാരനെ ഓവർടേക്ക് ഉണ്ട്. ഇനി ഇവരെ കൂടെ കയറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ സിറ്റി ഏരിയയിലേക്ക് വന്നേക്കാം. ഇവിടെ സൈഡിൽ പിള്ളേർ നിൽക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ഈ വണ്ടി നേരെ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. എവിടെയെന്ന് മനസ്സിലായില്ലോ? നമ്മുടെ ബസ് സ്റ്റാൻഡിൽ. നമുക്ക് പിന്നെ ഇവിടെ ടോളൊക്കെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടോളൊക്കെ കൊടുത്തിട്ട് ഇവിടേക്ക് വന്ന് അത് വേറെ പറ്റും. ഇവിടെ റിവേഴ്സ് എടുക്കാൻ പാടിച്ചെന്നാ പിന്നെ എങ്ങനെ അവിടെ അടിച്ചിട്ട് റിവേഴ്സ് എടുക്കാതിരിക്കാൻ പറ്റുക? ഇതേത് അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇവിടെ എന്തോ അമ്പലം പോലത്തെ ഏരിയ ഉണ്ട്. അവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഓ, നമുക്കിവിടെ മുമ്പിലൊരു ബസ് സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. അല്ല, ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് നോക്കെ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യണമെന്നുണ്ട്. ഇവിടെ 4 ആൾക്കാർ മാത്രമുള്ളല്ലോ. അത് മതി നമുക്ക്. ഇവിടെ 3 ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ആ ചേട്ടൻ വേറെ ദിവസം വേണ്ടി കാത്തിരിക്കുക. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവരൊക്കെ കയറ്റാം. ഓക്കെ, അവരൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ഇതിനെട്ടാ എന്നൊക്കെ പറയണത്. അതെങ്കിലും ആവട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബസ് സിമുലേറ്റർ കയറാനുള്ള കാര്യം പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിനി ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. നമുക്കിന്നെ ഒരു ബസ് സ്റ്റോപ്പും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞിട്ടൊക്കെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് വീഡിയോ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ അവിടെയാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. നമുക്കിനി ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റാൻഡ് പോലെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ വണ്ടി എടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാലറി ഈ ഏരിയ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം.